വെളിയിൽ ഇറങ്ങിയതിനു ശേഷം വേറെ കണ്ടസ്റ്റൻസ് അതിനെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു, വീഡിയോ ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ അതിനോട് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നാനില്ല, സ്വയം ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് ലേ ബെൻസി, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചു. കഴിഞ്ഞൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞു, ഇറങ്ങിയല്ലോ, എനിക്ക് കപ്പും കിട്ടി, ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ പോകുന്നു. ഞാൻ എനിക്ക് എത്ര ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ വേണ്ടി എന്തോ ഒരു ഇന്റർവ്യൂ ചെയ്യാത്ത താല്പര്യമില്ല. നമ്മൾ എന്തിനാ അവിടെ നടന്ന കാര്യങ്ങൾ ഈ പോയിട്ട് പരദൂഷണം പോലെ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നത്? സത്യം. ആവശ്യമില്ലാതെ വന്നിരുന്ന് പി ആർ എന്നും പറഞ്ഞ് കുറേ ഇൻ്റർവ്യൂവും കൊടുത്ത് അവർക്കത് റീച്ചിന് വേണ്ടിയിട്ട് അവരെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ബിൻസി കൊച്ചമ്മ തന്നെ പറയുന്നുണ്ട്, അനിമോളെ പറ്റി ഇൻ്റർവ്യൂ കൊടുക്കുമ്പം അവൾക്ക് നല്ല ക്യാഷ് കിട്ടുമെന്ന് അവൾ വന്നിരുന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്. അതുപോലെ അനിമോളെ വെച്ചിട്ട് പി ആർ എന്ന് പറയുമ്പോഴും നല്ല റീച്ച് കിട്ടുന്നുണ്ടെന്ന്. ബിൻസി കൊച്ചമ്മയ്ക്ക് അതെല്ലാം കൊള്ളാം. വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ് സെക്ഷൻസിൽ വന്നിട്ട് കുറെ പേര് പറയുന്നത്, നിങ്ങൾ എന്താണ് ഇത് വിടാത്തത്, ഇപ്പോഴും ബിഗ് ബോസ് കടിച്ചു തൂങ്ങി നിൽക്കാണോ, ഇതങ്ങ് വിട്ടുകൂടെ, ഇതിനെക്കുറിച്ച് എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ വല്ല കണ്ടന്റും ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ. ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസ് തന്നെയാണ് മുക്കിന് പോയി ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത്. ഈ ഇൻ്റർവ്യൂസിൽ പോയിട്ട് ഫുള്ള് കരിവാരി തേക്കുന്നതും ടൈറ്റിൽ വിന്നറായിട്ടുള്ള ആളിനെ പറ്റി മോശമായിട്ട് തെറ്റായിട്ടുള്ള അലിഗേഷൻസ് പടച്ചു വിടുന്നതൊക്കെ ഈ കണ്ടസ്റ്റൻസ് തന്നെയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നിടത്തോളം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടേയിരിക്കും വീഡിയോ. പിന്നെ അതിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾക്കിത് വിട്ടുകൂടെ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യവും. ഒരു കാര്യത്തിനും ഒന്നിനും വരാത്ത അനുമോള ഒന്നിനും വരുന്നില്ല, ഒരു ഇൻ്റർവ്യൂ കൊടുക്കണില്ല, ഒരു ചാനലിൽ പോലും വന്നിരുന്ന് അവൾ പറയുന്നില്ല. വേറെ ആരെപ്പറ്റി മോശം പറയാത്ത അനുവിനെ പറ്റി വീണ്ടും വന്നിരുന്നും കൊണ്ട് മോശമായ രീതിക്ക് പി ആർ എന്നും പറഞ്ഞും കൊണ്ട് വന്നിരുന്ന് പറയണ അവർക്കൊക്കെ എന്തും കൊള്ളാല്ലേ. പിന്നെ റിയാക്ട് ചെയ്തൂടാ, ചെയ്താ അത് കുറ്റം. അതിന്റെ അടിയിൽ വന്നിട്ട് പറയും നിങ്ങൾക്ക് ബിഗ് ബോസ് വിട്ടൂടെ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി. നമ്മളിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണത് മറ്റേ ബിൻസിയുടെ കേസാണ്. മമ്മി അറിഞ്ഞായിരുന്നോ ഈ ലീക്ഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ വീഡിയോ ഉണ്ടല്ലോ, ബിൻസിയുടെയും അപ്പാനിയുടെയും. സോ ആ വീഡിയോ റിമൂവ് ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വെച്ചിട്ട് ആരൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടോ ആ വീഡിയോ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പോലീസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് പറഞ്ഞത്? ഇതിന്റെ ഒന്നും വലുത് വന്നിട്ടുണ്ട്. ഇനി അവര് രംഗത്തോലും വരണില്ല. അവർക്ക് കുറച്ചുകൂടെ ഈ നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്, ആളുകളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണ്. അപ്പോഴേ അവർക്ക് ഇങ്ങനെ വ്യൂ കയറി ബിൻസി എന്നെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എങ്ങടോ അല്ല, ഞാനിപ്പം ഇതൊരു ബഹിരാകാശത്താണ്, പിന്നെ ഞാൻ കയറി അങ്ങ് പോയി അനുവിനെ വെച്ചിട്ട് എന്നെ കണ്ടന്റ് ഉണ്ടാക്കി എന്ന് നിങ്ങൾ അതിൽ ആ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും എടുത്ത് കളയരുത്. ബിൻസി കയറി അങ്ങ് എത്തിയിട്ടുണ്ട്, എവറസ്റ്റ് കൊടുമുടിയുടെ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. ബിൻസിക്ക് വേണ്ടത് പബ്ലിസിറ്റിയും ഫെയിം ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ആവശ്യത്തിനുള്ള ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ. അതിപ്പോ എന്ത് തന്നെ ആയിരുന്നാലും ഏത് വിഷയം വെച്ചിട്ടാണെങ്കിലും, ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും അനുമോളുടെ പി ആറിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള റീച്ചും നിങ്ങൾ കിട്ടി നിങ്ങളിപ്പോൾ നല്ല ഇതിലായല്ലോ. അപ്പം അതുതന്നെയായിരുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടത്, പിന്നെ എന്തിനെ റിമൂവ് ചെയ്യണം ആൾക്കാർ. ഈ വീഡിയോ എടുത്ത പുള്ളി ഇതിനെ കുറച്ച് ന്യായീകരിക്കുന്നുണ്ട്, നമുക്കതൊന്ന് കാണാം. ഇവിടെ വീഡിയോ എടുത്തതാണോ തെറ്റ്, അതോ അവരങ്ങനെ നിന്നതാണോ തെറ്റ്? ഇതാണ് രണ്ട് വാദം. നിന്നതാണോന്നല്ല, തോണ്ടിയതാണോ തെറ്റ്. ഓ പിന്നെ ഇങ്ങനെ ചൊറിയണതാണോ തെറ്റ്? ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തോണ്ടിയതാണോ തെറ്റ്? അല്ല, അങ്ങനെ നിന്നത് തെറ്റൊന്നും അല്ല. തോണ്ടിയാലും തെറ്റില്ലടേ. ഇപ്പം അത് തന്നെ തോണ്ടിയ പ്രശ്നം. പണ്ടത്തെ കാലം അല്ല, ഇപ്പൊ തോണ്ടലൊക്കെ ഇത്തിരി കൂടുതലാണ്. അങ്ങനെ തോണ്ടിയാലേ ഫ്രണ്ട്ഷിപ്പ് ആവത്തുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? അതിപ്പോ ഭാര്യ മക്കളും ഉണ്ടായാലും ഭർത്താവ് ഉണ്ടായിരുന്നാലും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും തോണ്ടിയാലേ അതൊക്കെ ഫ്രണ്ട്ഷിപ്പിലോട്ട് അങ്ങ് എടുക്കി. നിങ്ങളെല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. അതായത് അവര് ചിന്തിക്കുന്ന പോലെ നമ്മൾ എല്ലാരും ചിന്തിക്കണം. ഇങ്ങനെ തോണ്ടലും പിടിക്കലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവത്തുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ എടുത്ത ചേട്ടന്മാരെ വന്നിട്ടുണ്ട്. അവരെ വീഡിയോ നമുക്കൊന്ന് നോക്കാം. ബിഗ് ബോസ് 7 വിവാദ വീഡിയോകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആർജെ ബിൻസിയുടെയും അപ്പാനി ശരത്തിന്റെ ഒരു വീഡിയോ അല്ലെ. ആ വീഡിയോ ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. ഇതാണ് ആ വീഡിയോ, കാണുന്ന വീഡിയോ. ഒറിജിനൽ ഫൂട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഈ വീഡിയോ ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല, കാരണം ഇത് പിന്നെ ഇതെങ്ങനെ പോയി പിന്നെ ഇതെങ്ങനെ പോയി? ആക്ച്വലി എന്താ പറയുക, ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര്. 10-15 പേരിൽ ഒരാളാണ് ഇട്ടത്.
15 പേര് കൂടുതൽ നിന്ന് അത് ഷൂട്ട് ചെയ്ത്. അപ്പൊ പിന്നെ ഇനിയിപ്പൊ പലതും കാണാം. 15 പേര് നിന്ന് ഷൂട്ട് ചെയ്തെങ്കിലേ ഈ 15 പേരും വ്യത്യസ്തരാണല്ലോ. ഇപ്പൊ ഇതിപ്പോ ഒരാളാണ് പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ 15 പേര് കൂടെ അങ്ങോട്ട് ഇറങ്ങുമെങ്കിൽ നല്ല ചേലായിരിക്കും. എല്ലാവർക്കും കണ്ടന്റായി. ബിൻസി ഒരറ്റത്ത് പറയാം. ബിൻസി ഇരുന്നും കൊണ്ട് അനുവിന്റെ PR പിന്നെ അനുവിന്റെ എന്തേലും അനുവിനെ വെച്ചിട്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കും, അനുവിനെ വെച്ചിട്ട് ഞാൻ ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ പണം സമ്പാദിക്കും, ഞാൻ സമ്പാദിച്ചു, എനിക്ക് കണ്ടമാനം പണം തരാന്ന് പറഞ്ഞു ഇന്റർവ്യൂ എടുത്തപ്പം. അപ്പോഴേ ബിൻസിക്ക് കൊള്ളാല്ലേ. എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അത് പറയല്ലേ മാൻ, വൈ ഡിഡ് യു ഡിസൈഡ് ദാറ്റ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യരുതെന്ന്? നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മോശമായിട്ട് തോന്നിയോ? അതെ, മോശമായിട്ട് തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങളത് പബ്ലിക് ആക്കാതെ ഉള്ളൂ. ഇതിൽ പറയുന്നുണ്ട് ഇവർക്കത് കൂട്ടുകെട്ടാണ്, ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ടായിരിക്കും അവരങ്ങനെ നിന്നത് പിടിച്ചതെന്നൊക്കെ. പക്ഷെ ദെൻ വൈ ഡിഡ് യു ഡിസൈഡ് ദാറ്റ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യരുത്, പബ്ലിക് ആക്കരുത്, ചിലപ്പോ കുടുംബക്കാരത് കണ്ടാൽ പ്രശ്നമാകും? ഇംഗ്ലീഷ് അവിടെ പറഞ്ഞു. നിങ്ങൾ എന്തിനത് തീരുമാനിച്ചു? അത് ഇംഗ്ലീഷാണ് കുട്ടിയെ. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാർ എല്ലാരും അനുസരിച്ചു. അത് വീഡിയോ എടുത്ത നല്ല യൂട്യൂബേഴ്സ് അനുസരിച്ചു, അവര് പോസ്റ്റ് ചെയ്തില്ല. അനുസരിക്കാത്ത ഏതൊരു വൃത്തിയായിട്ട യൂട്യൂബറാണ് ഇത് പബ്ലിക് ആക്കിയത്? അങ്ങനെ പറയല്ലേ, വൃത്തിയിട്ട യൂട്യൂബർ. അത് അവിടെ കാണിച്ചെങ്കിൽ പിന്നെ അത് പോസ്റ്റ് ചെയ്താൽ എന്തൊരു തെറ്റ്. ഇത് ഈ ചേട്ടൻ പറയണല്ലേ, ഞാൻ പറഞ്ഞല്ലോ. അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടാം. തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ എന്തോ അവിടെ ഉണ്ട് എന്നറിയാം. ഒരു യൂട്യൂബർമാരും തെറ്റിദ്ധരിച്ചിട്ടില്ല കേട്ടോ. അവർക്ക് വീഡിയോ എടുത്തവരങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ? ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ യാത്രയാണ്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കിന്നിൽ തൊടും, അറിയാതെ ദേഹത്ത് തൊടും. ഈ ദേഹത്ത് തൊടുന്നത് തന്റെ ഞാൻ പറയും കാമവരെ കൊണ്ട് തന്നെയാണ് തുടങ്ങിയെന്ന്. ഇത് ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 2 ചീത്ത വിളിച്ചോ, ഞാൻ റിമൂവ് ചെയ്തോളാം. എന്നാലും കുഴപ്പമില്ല. എടോ, ഭാര്യ മക്കളൊക്കെ ഉള്ള ഒരാള് വേറൊരു സ്ത്രീയെ സ്കിന്നില്, അതായത് വേറെ സ്കിന്നില് ടച്ച് ചെയ്ത് ഗ്രാബ് ചെയ്യാന്നൊക്കെ പറയുന്ന ഞാൻ പറയും കാമവരെ. എങ്ങനെയാണ്? പക്ഷെ ഇത് കാണുന്നവർക്ക് അങ്ങനെ തോന്നത്തുള്ളൂ, ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിക്ക് പറയണ. എന്നോടൊന്നും തോന്നരുത്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ. ഇതിനി കുലസ്ത്രീ എന്നൊക്കെ വിളിക്കുമായിരിക്കും. വിളിച്ചോട്ടെ. ഇപ്പൊ എല്ലാരും കുലസ്ത്രീയായി. ഇപ്പൊ മസ്താനിയെ കുലസ്ത്രീ എന്നാണ് വിളിക്കണത്. വെറി കൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം. എന്റെ പൊന്നു സഹോദര, ചിത്രീകരിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ പൊന്നു സഹോദരൻ ഇങ്ങനെ പേടിക്കണത് എന്തിനാണ് മനസ്സിലാവണില്ല. എന്തിനാണ് പേടിക്കണത്? അല്ല, അവരെ വീഡിയോ എടുത്തു, നോർമൽ ഒരു വീഡിയോ ആണെന്ന് അവർക്കൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് ആ ഒരു കൈ ഇങ്ങനെ പോണ ഭാഗം മാത്രം വീഡിയോ എടുത്തു? അതെ അതെ, പബ്ലിക് ആക്കാനല്ല എങ്കിൽ ഇവരെന്തുകൊണ്ട്, ഇവർക്ക് ദിവസം കണ്ടോണ്ടിരിക്കാനാണോ ഇവരാ വീഡിയോ എടുത്തത്? പറ തന്നെ. പുള്ളി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരാവുമ്പോൾ ചിലപ്പോൾ അടുത്തിരിക്കുമ്പോൾ തൊടലും പിടിക്കുകയൊക്കെ ചെയ്യും. അത് കൂട്ടുകെട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തിന് വീഡിയോ എടുത്ത്? എനിക്ക് അതേ ഉള്ളു ചോദ്യം. അത് വീഡിയോ എടുത്ത് വലിയ തെറ്റല്ല. അത് അവിടെ നിന്നപ്പോഴത്തേക്ക് അവരെടുത്തു. അത് മാത്രം എന്തിന് പകർത്തി? എത്രയോ പേര് ബസ് സ്റ്റോപ്പിലും അവിടെ അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക. ഇവരിപ്പം തന്നെ വീഡിയോ എടുത്ത ഭാഗത്ത് തന്നെ എത്രയോ പേര് തോളിക്കിടക്കണ കാണും, തലയെ പിടിക്കണ കാണും, കൈ പിടിക്കണ കാണും, കാലി ഇതൊന്നും ഇവരെടുക്കാത്തത് എന്ത്? ഇത് മാത്രം. ബിഗ് ബോസിനകത്ത് ചിലപ്പോൾ ജനങ്ങൾ കണ്ട് ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്, പലരും പറഞ്ഞ കാര്യമാണ്. ഇത് ശരിയായ കാര്യമില്ല, പിന്നെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, 3ാമത്തെ ഗർഭിണി, ഇത് പലരും പറഞ്ഞതാണ് കേട്ടോ. അനുമോള് മാത്രമല്ല, എല്ലാവരും പറഞ്ഞ കാര്യമാണ്. കട്ടപ്പ ശൈത്യം വരെ വന്ന് ഇന്ന് പരസ്യമായിട്ട് എല്ലാവരുടെടുത്തും പറഞ്ഞു. എന്നിട്ട് അനുമോളെ മണ്ടയിലാണ് എല്ലാം വന്നത്. ഇപ്പം അതിനെന്ത്? അനുമോള് പറഞ്ഞല്ലോ ഓരോ കാര്യം ദൈവം കാണിച്ച് കൊടുക്കും. അനുമോള് പറഞ്ഞ എല്ലാവരുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കണ്ണീരോടുകൂടി ആ കുട്ടി പറഞ്ഞ് ദൈവമുണ്ട് ചോദിക്കാൻ, ദൈവം ചോദിക്കും. അതുപോലെ ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നത് ഇപ്പൊ കണ്ടല്ലോ നേരില്. ശരിക്കും ഈ ഒരു വീഡിയോ ചെന്നൈയിൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. അതാണ് തെറ്റായ ചെന്നൈ എയർപോർട്ട് അല്ല. ആക്ച്വലി നമ്മുടെ ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം, വീട്ടിലേക്ക് അവർ റൂമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബൈക്കിന് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ 10-20 പേര് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ബൈക്ക് തരാനായിട്ട് ഞങ്ങൾ അവർ കൂട്ടാക്കിയില്ല. കാരണം രാത്രിയായി.
സോ അവര് സമ്മതിച്ചില്ല. പക്ഷെ ഞങ്ങള് ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീഡിയോ ജസ്റ്റ് എടുത്തു വെച്ചു. അതാണ് ഈ ക്ലിപ്പ്. ഈ RJ ബിൻസിയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം, എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ്. ഇപ്പം അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് RJ ബിൻസി. ആയിക്കോട്ടെ, അതിനകത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പുറത്തു വന്നപ്പോഴും ഞാൻ അടക്കമുള്ള എന്റെ ബൈറ്റിലും ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ളവന്റെ നെഞ്ചത്തിട്ട് പഞ്ചാരി വേണം നടത്താം. എന്റെ പൊന്ന് സഹോദരാ, മറ്റേ ആള് എന്നെ പറയുന്നുണ്ട്, അനുമോൾക്കെതിരെ ഒരുപാട് വീഡിയോ ചെയ്ത ഒരാളാണ് RJ ബിൻസി. അപ്പോഴാ ഈ വീഡിയോ പകർത്തിയതിന് അതിനെന്ത് ആയിക്കോട്ടെ, അപ്പൊ അത് കൊള്ളാല്ലേ. അപ്പൊ ഇതും കൂടെ എന്റെ സഹോദരനൊന്ന് പബ്ലിക്കാക്കി കാണട്ടെ. ഏത് വീഡിയോ ഇട്ടല്ലോ? അത് ഇയാളല്ലേ 15 പേരിൽ നിന്ന് ഒരാള് പോസ്റ്റ് ചെയ്തു, ഒരാള് വീഡിയോ ഇട്ടു. ഇനി 14 പേരുണ്ട്. ഈ സഹോദരനും ഉണ്ട്. പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതൊരു പക്ഷെ PR ആയിരുന്നെങ്കിൽ അല്ല, RJ തന്നെ ബിൻസിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിനുവിനെ PR ഏൽപ്പിച്ചെന്ന് അയച്ചുകൊണ്ട് കാലം നിന്നേനെ. അപ്പൊ അയാളുടെ ഒരു നഷ്ടബോധമാണ്, അയാളുടെ ഫ്രസ്ട്രേഷൻ കളിക്കണം. ഇയാളെന്ത് ഉരുണ്ട് കളിക്കുന്നത്? ചിലപ്പോ പേടിയായിരിക്കാം, ചിലപ്പോ ആ വീഡിയോ ലീക്ക് ആയതിന്റെ അല്ലെങ്കിൽ വീഡിയോ ആരെങ്കിലും പോസ്റ്റ് ചെയ്തതിന്റെ വിഷമമായിരിക്കാം. എന്തെങ്കിലും ഒരു പേടി ഉണ്ടായിരിക്കും ഈ പുള്ളി അങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ഗെയിം കൊടുത്തിട്ട് ബിഗ് ബോസിനകത്ത് പോയി ചുമ്മാ ഉറങ്ങി കഴിഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കണ്ട, അത് ഓക്കെ. പക്ഷെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വേണം, ഒരു ബ്രീത്തിങ് സ്പേസ് വേണം. ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി ഇറക്കുന്നു. പക്ഷെ അതിന് മുമ്പേ ഔട്ടായപ്പോൾ അവസ്ഥ എന്തായാലും RJ ബിൻസി ഇതിനകത്ത് വന്നിട്ട് ആ തുടക്കം ഈ പുള്ളിക്കാരുടെ എൻട്രി തൊട്ട് നമ്മൾ ആ ഔട്ടാകുന്നവർ നോക്കുകയാണെങ്കിൽ കൊലവള്ളി പൊട്ടുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അതിനകത്ത് കാഴ്ചവെച്ചത്. ആവശ്യമായിട്ട് അത് കണ്ട ആൾക്കാർ വെറുത്തിട്ടാണ് ഇറക്കി വിട്ടത്. അതാണ് കണ്ടന്റും കൊടുക്കാതെ അവിടെ ചെന്ന് ഇരുന്നിട്ട് 14ന്റെ അന്ന് ഇറങ്ങി വന്ന RJ ബിൻസി കൊച്ചമ്മ അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഇരുന്ന് ചൊരച്ചാലൊന്നും കിട്ടൂല കൊച്ചമ്മ. അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടാണ് അനുമോൾ അവിടെ നിന്നത്. പിന്നെ വിനു ആണ് PR എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കൊടുത്തിട്ടു എന്തൊരു ഫലം, അവിടെ ഒന്നും ചെയ്തില്ല. തുണി കഴുകിയിട്ടത് പറക്കൊണ്ട് പോണാണ്ട് അല്ല, ഒന്നും ചെയ്തില്ല. ഓരോ കണ്ടസ്റ്റന്റ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും RJ ബിൻസിനെ ഇപ്പൊ എടുത്തിട്ട് ഈ യൂട്യൂബർമാരെല്ലാം അവിടെ ഏറിലാക്കുന്നത് ആ ഒരാഴ്ച ഈ ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തിച്ചു. പക്ഷെ അതാണ് ആൾക്കാരായാലും പറയുന്നത്, നിങ്ങൾക്ക് ഇത് വിടാനുള്ള സമയമായില്ലേ, എന്തിനിങ്ങനെ ബിൻസിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ റിയാക്ഷൻ വീഡിയോസിന്റെയും താഴെ പോയി കമന്റ് ഇടാറുണ്ട്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്? അവര് ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയത് ഗെയിമാണെന്ന് പറയാം. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗെയിം ആയിരിക്കാം, അവരെ ചീപ്പ് ഗെയിം ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് 100 ദിവസം നിന്ന അനുമോളെ കുറിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള അലിഗേഷൻസ് ആണ് കൊണ്ടുവരുന്നത്. വെളിയിൽ ഇറങ്ങി പറഞ്ഞുകൊണ്ട് കിടന്നെന്ന് ഇന്റർവ്യൂകൾ കൊടുത്ത് പിന്നെ ബാക്കിയുള്ളൊരു വെറുതെ ഇതൊക്കെ വെറുതെ ഇരിക്കൂല. ഇതൊക്കെ യൂട്യൂബേഴ്സിന് കണ്ടന്റ് ആണ്. നമ്മൾ വീഡിയോ ചെയ്യും. ഒരു നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ല, എനിക്ക് വലിയ തെറ്റ് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഇനിയിപ്പൊ തെറ്റായിട്ട് തോന്നിയാലും തെറ്റായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇത് ഭയങ്കര വിഷയമായി. കുറച്ചുകൂടെ വീഡിയോ വേണ്ട അല്ല, ഇച്ചിരി ഉള്ളായിരുന്നു. അത് മതി. അത് വെച്ച് എന്തായാലും ആൾക്കാർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി എന്തായാലും ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തില്. ഇപ്പൊ RJ ബിൻസിയും അപ്പാനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പാനിക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വഴി. അപ്പൊ ഇവർക്ക് എന്തോ ആ വീഡിയോ കണ്ടതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയതുകൊണ്ട് അവർ പറയുന്നു ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ചിലപ്പോൾ തൊടലൊക്കെ പിടിക്കലൊക്കെ കാണും എന്ന്. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അവർ ആ വീഡിയോ പകർത്തിയത് കേട്ടാ. ഇത് വേറൊന്നും അല്ല, നമ്മളെ RJ ബിൻസി കൊച്ച് വീഴാൻ പോയപ്പോ അപ്പാനി ഏറി പിടിച്ചതാണ്, അത്രേ ഉള്ളൂ. ഒരാളിപ്പോ വീഴാൻ പോകുമ്പോ ഇങ്ങനെ പിടിച്ചത് ആരേലോട്ടായിപ്പോയി. അതിന് ഇത്രയും വലിയ പരസ്യമാക്കേണ്ടി വേണ്ടായിരുന്നു. ഇനിയെങ്കിലും RJ ബിൻസി കൊച്ചമ്മ ഒന്ന് നിർത്ത്. PR എന്ന് പറയണ ഒന്ന് നിർത്ത്. അവര് ഇന്റർവ്യൂ നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് നിർത്തും. ഒരു ലെവല് വന്നിരുന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് എന്തേരായി? ശാരിക പിന്നെ കാണാനില്ല. എന്റെ പൊന്നോ, അല്ലെങ്കിൽ നമുക്ക് വ്യൂസിന് വേണ്ടിയാണ് നമ്മൾ പണ്ടേ ചെയ്താനേ. അപ്പാനി ശരത്ത് ഒരു ആക്ടറാണ്, പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ നമ്മൾ നോർമലി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി പെട്ടെന്ന് ഒരു ഫ്രണ്ട്സിനോട് കാണിക്കുന്ന ആ ഒരു, പക്ഷെ അതിനകത്ത് കൈകൊണ്ട് എന്തോ ഒരു സംഭവം ഇങ്ങനെ അല്ല, അതിപ്പം കൂടെ ഇരിക്കട
എനിക്ക് ആ ചേട്ടനെ ഇഷ്ടം. കൂടെ ഇരിക്കണം നമ്മളെ. ചേട്ടൻ സത്യങ്ങൾ തുപ്പുന്നു. നമ്മളെ കൊച്ചിക്ക് ഇരുന്നും കൊണ്ട് എന്തോ ഒരു പന്തി കേട് തോന്നി. അതായത് ആ വീഡിയോക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉള്ളതായിട്ടൊക്കെ പക്ഷെ ആ പറയുന്നു. വീഡിയോക്ക് ഒരു പ്രശ്നം ഉള്ളതായിട്ട് പറയാൻ പറ്റണല്ലോ നേരെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഗൈസ്. നോർമലി ഫ്രണ്ട്സ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ തോളില് തൊടാറുണ്ട്, പാറ്റ് ചെയ്യാറുണ്ട്, ഇതൊക്കെ നോർമലാണ്. പക്ഷെ ഇതിങ്ങനെ അതെന്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നിനക്ക് അതെനിക്ക് ആരിങ്ങനെ കൈ കൊണ്ടുവന്നാലും അത് കൊള്ളാല്ല. നീ ഇപ്പൊ എന്നെ പിടിച്ചല്ലോ. അത് എന്റെ ബോഡി ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് ഇങ്ങനെ കൈ വരണ കാണുമ്പോഴേ പിറം വരും. അതുകൊണ്ട് അത് മനഃപൂർവ്വം ആവണമെന്നില്ലെന്നേ. ഇപ്പൊ നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്ക് നമ്മളിപ്പോ തൊട്ട് കഴിഞ്ഞാൽ ഓ മാൻ, ആ ഹിപ്പിൽ ഇങ്ങനെ ഗ്രാബ് ചെയ്തത് മനഃപൂർവ്വം അല്ല എന്നാണ്. അത് ചിലപ്പോ റിഫ്ലെക്സ് ആയിട്ടേ, ചിലപ്പോ അത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ റിഫ്ലെക്സ് ആയിട്ട് ഇങ്ങനെ ഗ്രാബ് ചെയ്തതായിരിക്കും. അത് വീഴാൻ പോയപ്പോ പിടിച്ചതാണ്. ഞാൻ എപ്പോഴേ പറയണ് ഇതിൽ ഇത്ര എന്തേര് ജനങ്ങൾക്ക് തൃപ്തി. അതിനകത്ത് അവര് എറുമ്പേ കളിച്ചെങ്കിൽ എറുമ്പേ എവിടെ പോണ്, കൂനാകുളത്തിൽ കുളിക്കാൻ പോണ്, ഇവിടെ ഇരിക്കുക, ആലിന്റെ മുട്ടിലൊളിച്ച് അങ്ങനെ എത്തി ബിഗ് ബോസ് ഹൗസിൽ കളിച്ച് അവര് എറുമ്പേ കളിച്ച് എന്ന് വെച്ചിട്ട് പിന്നെ എപ്പോഴും വെളിയിൽ ഇറങ്ങിയിട്ടും ഇവര് തൊടച്ചിരി അത് വീഴാൻ പോയപ്പോ അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഒന്ന് പിടിച്ചതേ ഉള്ളൂ. അതിന് ഇത്രയും ഒരു ഇതിൽ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊടത്തില്ലേ, ആ ഒരു കൺസെപ്റ്റ് ചെയ്തതാണ്. കാരണം ബിൻസി റിയാക്ട് എനിക്ക് അപ്പുറത്തിരിക്കണ കണ്ണാടി വെച്ച് ചേട്ടന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരി വരുന്നു. പുള്ളിക്ക് എന്തൊക്കെയോ പറയണോന്ന് ചിരിക്കണ്. അതായത് ഇപ്പുറത്തിരിക്കണ ചേട്ടൻ പറയണത് മൊത്തത്തിലായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റണില്ല, പക്ഷെ ഒന്നും പറയാനും അതിരുന്ന് ന്യായീകരിക്കണ്, മറ്റതിരുന്ന് ചിരിക്കണ്. പോലും ചെയ്യുന്നില്ല. ബിൻസിക്ക് അതിനകത്തൊരു ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് ബിൻസി അത് മാറ്റാലെ ചേർന്ന് ഒന്നും ചെയ്യുന്നില്ല. ബിൻസിക്ക് അതൊരു പ്രശ്നമായിരിക്കൂല. ഇവിടെ ബിൻസിക്ക് അല്ലല്ലോ വിഷയം വരുന്നത്. ബിൻസി പറയുന്നുണ്ട് അവര് തമ്മിൽ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുന്ന അപ്പാനിയുടെ വീട്ടിലിരിക്കുന്ന ഗർഭിണിയായ ഭാര്യയ്ക്ക് ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അവർക്കിനി പ്രശ്നം ഇല്ലെങ്കിലും ഇത് കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇവർക്ക് ഇയാൾ എന്തിനാണ് ഇങ്ങനെ തൊടണതും പിടിക്കണതെന്നൊക്കെ ചിലപ്പോൾ തോന്നും. എൻ്റെ പൊന്ന് സഹോദരന്മാരെ, ബിൻസി പറയണത് ബിൻസിക്ക് റീച്ച് മതി. നെഗറ്റീവ് കമൻറ്റുകൾ ഇടണം, നെഗറ്റീവായിട്ട് ജനങ്ങൾ അറിയപ്പെടണം. എന്നാലേ ബിൻസിക്ക് ഞാൻ പറഞ്ഞല്ലോ എവിടെ എത്തണം, ബഹിരാകാശത്തെത്തണം. അതിനു വേണ്ടിയാണ്. അവർക്ക് സന്തോഷമേ ഉള്ളൂ. പോലും ഇല്ല. അത് നോർമൽ ഒരു ഫ്രണ്ട്ലി രീതിയിൽ അങ്ങനെ പോയെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു പേരിൽ അനാവശ്യമായുള്ള വിവാദങ്ങൾ വരികയും ഇവരെ രണ്ടുപേരെയും ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു എന്താ പറയാ അവരെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇറക്കരുതെന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഇന്നലെ ഇന്നുമായിട്ടൊക്കെ പല യൂട്യൂബർമാര് ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് ഇപ്പൊ റിയാക്ഷൻ ചെയ്തോണ്ട്. ഇതൊരു തെറ്റായ ധാരണയാണ്. അതുകൊണ്ടാണ് ഞങ്ങളും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഓക്കെ, സോ ഫൈനലി ഇവര് പറയുന്നത് അങ്ങനെ പിടിച്ചതെന്ന് അവരങ്ങനെ വിചാരിച്ചിട്ടല്ല പിടിച്ചത്. സോ അങ്ങനെ റിയാക്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. റിയാക്ട് ചെയ്താതെ വീഡിയോ ഒന്നും അവിടെ വെക്കരുത്. നിങ്ങൾ വീഡിയോ വെക്കാതെ ഇരുന്ന് പറയും. ബിഗ് ബോസിനകത്ത് കണ്ട രംഗങ്ങളാണ്. ആ കണ്ട രംഗങ്ങളൊക്കെ കണ്ടിട്ട് ഞാനും ഇവിടെ ഇരുന്ന് പറയാറുണ്ടായിരുന്നു, ഇതെന്തോന്ന് കാണിക്കണത് എന്ന് പറയാറുണ്ട്. അതിനകത്ത് ഓരോരുത്തരും പറഞ്ഞതുപോലെ തന്നെയാണ് ജനങ്ങളും വിചാരിച്ചിരുന്നത്. പിന്നെ അതിൽ പ്രത്യേകതയൊന്നുമില്ല. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ടും ഇങ്ങനെ ചിലപ്പോൾ അബദ്ധവശാലായിരിക്കാം ആ കുട്ടി വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചതായിരിക്കാം. നിക്കണത് അങ്ങനെ ചിലപ്പോൾ വീഴാൻ പോയപ്പോൾ പിടിച്ചതാണോ ഇനി അങ്ങനെയൊന്നും അറിയാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനിയൊന്നും ചെയ്യാനില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ തന്നല്ലോ, പണ്ടത്തെ കണക്കൊന്നും അല്ല, പണ്ടത്തെ കാലമൊന്നും അല്ല. ഇപ്പൊ അവരങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നാൽ തന്നെ അവരൊത്തിരി പിടിക്കുകയൊക്കെ ചെയ്യും. അതിനിപ്പോ എന്തിനാണ് ഒരു വലിയ തെറ്റൊന്നുമില്ല. തെറ്റായിട്ട് ആർക്കെങ്കിലും ആർക്കും തോന്നണില്ല. നമുക്ക് എന്തായാലും ഇനി തോന്നൂല. തോന്നൂല. ബിൻസി കൊച്ചിക്ക് ഇത് വിടാതെ ഇങ്ങനെ പിന്തുടർന്ന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കണം. അപ്പോഴും പിന്നെ ബാക്കിയുള്ളവർ വിടും. അതുകൊണ്ടാണ് അവരെ വിടാതെ പിന്തുടർന്ന് പിറക്കേന്ന് ഇങ്ങനെ എല്ലാരും പോണത്. അല്ലാതെ നിങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞില്ലേ, ഇനി നിർത്തി എന്ന് പറഞ്ഞ ബാക്കിയുള്ളവർ നിർത്തോ? ഒരിക്കലും ഇല്ല. അതെവിടുത്തെ ന്യായം? ഈ കമന്റ് വേണമെങ്കിലും ബിൻസി കൊച്ചെടുത്തോണ്ട് വെച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഓരോ ആൾക്കാർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും പലർക്കും ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ 100 പേരുടെയും ചിന്താഗതി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ അവർ സംസാരിക്കും, അവർ കമന്റ് ഇടും. അതിന് നമ്മളെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇങ്ങനെ ആണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പറയാം. പക്ഷെ
അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വ്യൂ ആണ് ശരി, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വ്യൂ തെറ്റാണെന്നുള്ള രീതിയിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഇത് അവർ പ്രതികരിക്കുന്ന കണ്ടിട്ട് മിണ്ടാതെ പോകാനേ പറ്റത്തുള്ളൂ. ഓൾറെഡി ആ ഒരു സംഭവം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കഴിഞ്ഞ സംഭവത്തിനെ കുറിച്ച് ആൾക്കാർക്ക് എന്ത് രീതിയിലുള്ള വ്യൂസും അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്.